ഹലോ ഫ്ലോക്സ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഫ്രം മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ്. ഈ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യക്കാരുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതേപോലെ തന്നെ അവർ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കഴിക്കുന്ന ഒന്നാണ്. ഈ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഇതിൻ്റെ പേര് കിച്ചടി എന്നാണ്. അതേപോലെ തന്നെ ഇതിന് കറിയായിട്ട് അവർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കറിയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാം. അതായത് ഇങ്ങനെ ഞോള വരുന്ന പച്ചക്കറികൾ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ബാക്കി ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാം. ഞാനിവിടുത്തെ എടുത്തിരിക്കുന്നത് ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ്, അതേപോലെ തന്നെ ഒരു സവോള, ഒരു പംകിൻ്റെ ഒരു പീസ്, അതുപോലെ തന്നെ കുറച്ച് പയർ ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന പച്ചക്കറികൾ ഞാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാം. നമുക്ക് കോവയ്ക്കയോ അതേപോലെ തന്നെ കീര മീൻസ് കക്കരിക്കയോ വെള്ളരിക്ക അങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെ ഇടാം കേട്ടോ. എന്ത് വേണേലും നമുക്ക് ഇതിനകത്ത് പച്ചക്കറികൾ ഇൻക്ലൂഡ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ സ്പിനാച്ചുകളൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് നമുക്ക് ചെറുതായിട്ട് കുനുകുനാ ഒന്ന് അരിഞ്ഞെടുക്കണം എന്നുള്ളതാണ് മെയിൻ പരിപാടി. അപ്പോൾ അത് ആണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ തന്നെ ഞാൻ മത്തങ്ങയുടെ പീസ് ഞാൻ നല്ല ചെറുതാക്കി, എത്രമാത്രം ചെറുതാക്കാൻ പറ്റുന്നോ അത്രമാത്രം ചെറുതാക്കാം. അതല്ല നിങ്ങൾക്ക് കുറച്ച് കടിച്ച് കിടക്കണം അങ്ങനെയുണ്ടെങ്കിൽ കുറച്ച് മുഴുപ്പിലിട്ടാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പം ഇതുപോലെ നമ്മൾ എല്ലാ പച്ചക്കറിയും ഒന്ന് അരിഞ്ഞെടുക്കുക എന്നാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ ഈ അരിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമുക്ക് കുറച്ച് സമയം വേണ്ടത്, അല്ലാതെ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ അരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയാണ്. നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒത്തിരി നൈസായിപ്പോവും. അപ്പോൾ ഗ്രേറ്റ് ചെയ്യാൻ പറ്റിയാല, അല്ലാതെ നമ്മളിങ്ങനെ തന്നെ അരിഞ്ഞെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പം നമ്മൾ എല്ലാ പച്ചക്കറികളും നല്ല വൃത്തിക്ക് അതിൻ്റെ സംഭവം ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ഇതുപോലെ അരിഞ്ഞ് എടുക്കാനായിട്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എരിവ് വേണമെങ്കിൽ മുളകും ഇടാം കേട്ടോ. വത്തൽമുളകോ ഇല്ലെങ്കിൽ പച്ചമുളകോ ഏത് മുളകാണെങ്കിലും അത് എരിവിനനുസരിച്ച് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ മുളകൊന്നും ഇടുന്നില്ല, കുഞ്ഞാപ്പിക്ക് കൊടുക്കേണ്ടതുകൊണ്ട് മുളകൊന്നും ഇടുന്നില്ല. ബാക്കി എല്ലാ പച്ചക്കറികളും നമ്മളിവിടെ അത് നല്ല പോലെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പം ഇത് അരിയാനായിട്ട് കുറച്ച് സമയം വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് അരിയൽ അവിടെ നടക്കട്ടെ. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകണ്ട കേട്ടോ. അപ്പം നമ്മുടെ പച്ചക്കറികളെല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഞാൻ വെള്ളത്തിലോട്ടാണ് അരിഞ്ഞിട്ടുള്ളത്, ബാക്കിയെല്ലാം പ്ലേറ്റിലാണ്. ഇനി നമ്മുടെ മസാലകൾ നോക്കാം. ചെറിയ ജീരകമുണ്ട്, വത്തൽമുളക്, ഗ്രാമ്പു, ഏലക്ക, അതേപോലെ കറുവപ്പട്ട, ഒരു കഷ്ണം ജാതിക്ക എല്ലാം കൂടി നമുക്ക് എടുക്കാം. അതായത് ഗരം മസാലയുടെ കൂട്ട്, ബിരിയാണിയുടെ ഒക്കെ മസാലക്കൂട്ടില്ലേ അത് തന്നെ. ഇനി നമുക്ക് വേണ്ടത് പച്ചരി എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചോറ് ബാക്കിയുണ്ടെങ്കിൽ ചോറാണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കുറച്ച് ടേസ്റ്റ് ഒന്ന് മാറി കിട്ടും, ഒന്നും വ്യത്യാസം ഉണ്ടാവും. പക്ഷേ കൂടുതലും നല്ലത് പച്ചരി എടുക്കുന്നതായിരിക്കും. ഇനി അരി എന്തേരെയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി, ഇല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക 1.25 ഗ്ലാസ്. ഇപ്പോൾ 1 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തതെങ്കിൽ 1.25 ഗ്ലാസ് പരിപ്പെടുക്കുക. നിങ്ങൾക്ക് ഏത് പരിപ്പ് വേണേലും എടുക്കാം കേട്ടോ. നമുക്ക് അത് ഒത്തിരി വേവുള്ളതാണെങ്കിൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നമുക്ക് നേരത്തെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെക്കാം. അതല്ല എങ്കിൽ സെപ്പറേറ്റ് വേവിച്ച് ചേർക്കാവുന്നതാണ്. അതെങ്ങനെയാണേലും നമുക്ക് കുഴപ്പമില്ല. എങ്ങനെയാണേലും അരിയിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് പരിപ്പുണ്ടാവണം. പിന്നെ നമ്മുടെ കുക്കർ വെക്കുന്നു. അതേപോലെ തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതിന് പകരം നമുക്ക് റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ വേറെ സൺഫ്ലവർ ഓയിലോ എന്ത് വേണേലും ചേർക്കുക. അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിന് അനുസരിച്ച് നെയ്യും കൂടി, നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യും കൂടി അതിനകത്ത് ചേർത്ത് കൊടുത്ത് നമ്മുടെ മസാലക്കൂട്ട് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് പച്ചക്കറികളെല്ലാം കൂടി ഇട്ട് നല്ല അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക എന്നാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയാൽ മതിയാവും. അതല്ലാതെ നമ്മൾ വേവിക്കുകയൊന്നും വേണ്ട. നല്ല പോലെ ഒന്ന് വഴണ്ട് കിട്ടണം പച്ചക്കറികളെല്ലാം. അതൊക്കെ ഒന്ന് വഴണ്ട് കിട്ടി നല്ല പോലെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മസാലകൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് മസാലയുടെ ആവശ്യമുള്ളൂ, ഒത്തിരി മസാലയുടെ ആവശ്യമൊന്നും നമുക്കിതിനകത്ത് ഇല്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം അത് പച്ചക്കറിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് മസാലയും കൂടി ചേർത്ത് അതിൻ്റെയും പച്ചമണം മാറണം. എന്നിട്ടേ നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഉപ്പ് ചേർത്തു. ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ
ഗരം മസാലപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഈ ഗരം മസാലയും അതേപോലെ തന്നെ നമ്മുടെ മല്ലിപ്പൊടി ഒത്തിരി ആയി പോകരുത്, കുറച്ചേ ചേർക്കാവുള്ളൂ. പിന്നെ എരിവിന് വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക് ഇവിടെ ചേർക്കാവുന്നതാണ്, മുളക് പൊടി നമുക്ക് ചേർക്കാം, അതല്ലെങ്കിൽ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ആണെങ്കിലും കുറച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ അതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അരിയും പരിപ്പും കൂടി കഴുകിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം പരിപ്പ് എപ്പോഴും കൂടുതലായിരിക്കണം കേട്ടോ. അപ്പോൾ ഏത് പരിപ്പ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, പക്ഷേ പരിപ്പ് കുറച്ച് കൂടുതലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നല്ലപോലെ അതും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 2 വിസിലടിച്ച് കിട്ടാനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഒത്തിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മുടെ കുക്കർ എന്താ പറയുക, വെള്ളം ചീറ്റി പുറത്തോട്ട് വരുമല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള 2 വിസിലടിക്കാനുള്ള വെള്ളം മാത്രം ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുരുമുളക് പൊടിയോ കുരുമുളകോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ദാ ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ല നമ്മൾ കഴിക്കുക. നമുക്കൊരു പായസത്തിൻ്റെ പോലെ ഒരു കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിലോട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചൂടാക്കിയ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ തികന്ന വെള്ളമാണെങ്കിലും ചേർക്കാം, അതല്ലെങ്കിൽ കുറച്ച് ചൂടാറിയ വെള്ളം. ചൂടാക്കണം, പച്ചവെള്ളം ഒരിക്കലും ചേർക്കാൻ പാടില്ല. അപ്പോൾ ആ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊരു പായസത്തിൻ്റെ പായസം അത്രയും ലൂസല്ല, കുറച്ചൊന്ന് കുറുകിയിരിക്കുന്ന പോലെ നമുക്ക് ഒന്ന് ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി അതങ്ങ് കഴിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ നമുക്ക് കിട്ടണം. ഇത് നമുക്ക് സ്പൂണിൽ കോരി കഴിക്കാവുന്ന ഒരു പരുവത്തിൽ കിട്ടുക. ഇതാണ് കിച്ചടി. ഇതിനകത്തോട്ട് നിങ്ങൾക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം കേട്ടോ. അങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പം ഇതിന് കറിയായിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഇതുപോലെ ചോക്കാന്നാണ് പറയുന്നത് ഇതിന്. അതല്ല എങ്കിലും നമുക്ക് പപ്പടമാണെങ്കിലും ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ ഉരുളക്കിഴങ്ങാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ചെറിയുള്ളിയോ അല്ലെങ്കിൽ സവോളയോ കുനുകുന അരിഞ്ഞ് ചേർക്കാം. അതല്ല ഉള്ളി ഇഷ്ടമില്ലാത്തവരാണ് എങ്കിൽ ഉരുളക്കിഴങ്ങ് തന്നെ മാഷ് ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് നമുക്ക് അങ്ങനെയാണെങ്കിലും കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ഉള്ളി ചേർക്കുന്നുണ്ട്. ഞാനൊരു മീഡിയം സൈസുള്ള ഒരു സവോള എടുത്ത് നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞ് അതും കൂടി ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. അപ്പം നമ്മൾ തൊലിയെല്ലാം കളഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പം പൊട്ടറ്റോ ഫസ്റ്റ് ഒന്ന് മാഷ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കൈ വെച്ച് മാഷ് ചെയ്യാം, അല്ലെങ്കിൽ മാഷർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു തവിയാണെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഉടച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഉള്ളി ചേർക്കേണ്ടത്. അപ്പം ഞാനിവിടെ സവോള ചെറുതായിട്ട് അരിഞ്ഞ സവോളയാണ്. അപ്പോൾ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിനകത്ത് 2 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ എരിവ് ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്നതൊക്കെ നല്ല രസമാണ്. അപ്പം ഞാനിവിടെ 2 പച്ചമുളകും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക, ഇത് നല്ലപോലെ ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ കറി എന്ന് പറയുന്നത്. അപ്പം ഇത് ആദ്യം ഞാൻ ഇവിടെ പാറ്റ്നയിൽ വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഇവിടുന്ന് ഹൗസ് ഓണർ നമുക്കിത് തന്നിരുന്നു. അപ്പോൾ എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കഴിക്കാനൊന്നും തോന്നിയില്ല കേട്ടോ. പക്ഷെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കി ഇതിന് ഭയങ്കര ടേസ്റ്റുമാണ്, അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം ഞാൻ അത് പിന്നീട് ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോൾ ആഴ്ചയിൽ ഒരു തവണ എന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.